നെയ്യാർ നദി കടലിനോട് ചേരുന്ന പ്രദേശമാണ് പൊഴിയൂർ. വ്യാപക കടൽ കയ്യേറ്റമാണ് പ്രദേശത്ത് കാലങ്ങളായി അനുഭവപ്പെടുന്നത്. മനുഷ്യനിർമ്മിത ദുരന്തങ്ങളായ മണൽവാരൽ മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെ ഈ പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവിയിലെ ഡ്രൈഡോക്ക് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രദേശത്തിന്റെ വാണിജ്യ സാധ്യതകളും ഉയർത്തുന്നു. ഇത് വന്നിട്ട് ഞങ്ങളുടെ ജീവിത മാർഗമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ കുറേ ആൾക്കാർ, ഞങ്ങൾ ഈ 2 ഗ്രാമത്തിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഏരിയയാണിത്. പക്ഷേ ഇത് വന്നിട്ട് വോട്ടിൻ്റെ സമയത്ത് മാത്രം ഞങ്ങൾ അന്വേഷിക്കാൻ വരുന്ന കുറേ നേതാക്കന്മാർ, അത് കഴിഞ്ഞാൽ അവർ പോകും. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ജനങ്ങളെ അവരുടെ വോട്ടിന് വേണ്ടി മാത്രം ഞങ്ങളെ കാണാൻ വരികയും അവരുടെ ആശയം കഴിഞ്ഞോളം ഞങ്ങളങ്ങ് തഴഞ്ഞിരുന്നൊരു സ്വഭാവമാണ്. പക്ഷേ ഈ കടൽ കയറി ഞങ്ങൾ ഈ 2 ഗ്രാമവും നശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വോട്ടിന് പോകും? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഭരിക്കണം. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കുറേ രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ കയറ്റി വിടുന്നു. പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരാതെ പിന്നെ എന്തിനാണ് നിങ്ങൾ വോട്ടിന് ഇവിടെ വരുന്നത്? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ തീരമാണ്. ഞങ്ങൾ ഈ കടലിൻ്റെ മക്കളാണ്. ഞങ്ങൾ കടലിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കടലുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങളുടെ കുട്ടികളൊക്കെ ഈ കടപ്പുറ പ്രദേശത്താണ്. ഞങ്ങളെല്ലാം ഫുട്ബോളിൻ്റെ ഗ്രാമം എന്നാണ് ഞങ്ങളുടെ നാട് അറിയപ്പെടുന്നത്. ഈ കടപ്പുറത്ത് കിടന്നാണ് ഞങ്ങളുടെ കുട്ടികൾ കളിച്ച്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, സ്റ്റേഡിയങ്ങളൊന്നുമില്ല. ഈ കടപ്പുറത്താണ് ഞങ്ങളുടെ കുട്ടികൾ കടൽ വെള്ളത്തിനോട് മല്ലടിച്ച് അങ്ങനെ മത്സരിച്ച് ജീവിക്കുന്ന കുട്ടികളാണ് ഇവിടുത്തെ കുട്ടികൾ. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി ഒന്ന് പോകുന്നു, ഞങ്ങളുടെ ജീവിത മാർഗങ്ങൾ പോകുന്നു. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇതാണ്. കാലങ്ങളായി തുടരുന്ന കടലേറ്റം സ്വാഭാവികമായി രൂപീകരിക്കപ്പെടുന്ന മണൽത്തിട്ടകൾ ഇല്ലാതാക്കുന്നതിനാലാണ് സങ്കീർണമാകുന്നത്. കടലേറ്റത്തിന് പരിഹാരമായി നാളിതുവരെ ചെയ്തുവരുന്നത് ഭിത്തി നിർമ്മാണം മാത്രമാണ്. തീർത്തും അശാസ്ത്രീയവും പരിസ്ഥിതി വിരുദ്ധവുമായ നടപടിയാണ് ഭിത്തി നിർമ്മാണം. ഇത്തരത്തിലുള്ള കരിങ്കൽ ഭിത്തി നിർമ്മാണം വർഷങ്ങളായി വെള്ളാനകളുടെ വിളനിലമായി മാറുകയുമാണ്. ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോഴും അവർ പ്രഖ്യാപിക്കുന്ന പദ്ധതിയും പൊഴിയൂർ ഫിഷിംഗ് ഹാർബർ നിർമ്മാണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. 2011 ഇതിൻ്റെ വർക്ക് തുടങ്ങുകയും സാങ്ഷൻ കിട്ടുകയും ചെയ്യുന്നത്. പക്ഷേ മന്ത്രിസഭയുടെ സാങ്ഷൻ, അങ്ങനെ ടെൻഡർ കിട്ടുക, അങ്ങനെ പെർമിഷൻ കിട്ടണമെന്ന് പറഞ്ഞ് ഇത് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. കടൽ ഭിത്തി നിർമ്മാണത്തിന് ഇതും സംഭവിക്കുന്നത് 2 വർഷം മുമ്പാണ്. 2 വർഷം മുമ്പ് ഡിസംബർ 27-ാം തീയതി 2022 ഈ ജിയോ പുറപ്പെടുവിക്കുന്നത്. ഇങ്ങനെ 51 കോടി രൂപയുടെ പദ്ധതി. അപ്പോൾ ഇപ്പോഴുള്ള ഗവൺമെൻറ്റും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. കാരണം ഒരുപാട് കാര്യങ്ങൾ വിഭാവന ചെയ്യുന്നുണ്ട്, പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അത് കാലതാമസം ഒരുപാട് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ശരിക്കും ജനങ്ങൾ 2100 കുടുംബം മാത്രം ഈ ഒരു ഇടവകയിലുണ്ട്. കൊല്ലംകോടാണെങ്കിൽ അത്രയും തന്നെ ജനങ്ങൾ പിന്നെയും കൊല്ലംകോടുമുണ്ട്. അങ്ങനെ ഇത്രയും ജനങ്ങളിലുള്ള ഏരിയയിൽ ഈ ഒരു 2 കിലോമീറ്റർ കടൽ തീരത്തെ 2 കിലോമീറ്ററിൽ 6-7 വരി വീടുകളുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 1-2 വരി വീടുകൾ അവസാനിച്ചു കഴിഞ്ഞു. ബാക്കി എല്ലാ വീടുകളും പോയി. ഓരോ ആൾക്കാരും, പകുതിയിലേറെ ആൾക്കാർ ഇതിൻ്റെ പാലത്തിന് മുകളിലോട്ട് താമസം മാറിക്കഴിഞ്ഞു. ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ ഇതിനിടയ്ക്കൊരു സൂചനാ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ ഉടനടി നടപ്പിലാക്കുക, ഇല്ലെങ്കിൽ ആൾക്കാരുടെ തൊഴിലിനും അവരുടെ ജീവനും ഭീഷണിയാണ്. ഇത് 2 കരയോഗമാണ്. പർത്തിയൂർ പൊഴിയൂർ, കൊല്ലംകോട് പൊഴിയൂരാണ്. ഇത് കൊല്ലംകോട് പൊഴിയൂരാണ്. ഈ 2 കരയോഗത്തിൽ MP ഫണ്ടിൽ നിന്ന് 1 കോടി കിട്ടി. അവിടെ 50 ലക്ഷം, ഇവിടെ 50 ലക്ഷം അയാൾ ചിലവാക്കാണ് ഈ കല്ലൊക്കെ ഇവിടെ പിടിച്ച് നിൽക്കുന്നത്. വേറെ MLA ഈ ഭാഗത്ത് കാണാൻ കൂടെ വരുന്നില്ല. ചോദിച്ചാൽ പറയണത് അടുത്ത മാസം അവർ അപ്പുറത്ത് പോടും, വന്നിട്ട് ഇല്ലെന്ന് പറയുന്നില്ല. പുളി മൂട് ഉടനെ തന്നെ വരും. പക്ഷേ എവിടെ വരാൻ വേണ്ടി? ഇവിടെ പഞ്ചായത്ത് MLA കാണാൻ പോയി, ഇവിടുത്തെ ഇടവക്കാർ MLA കാണാൻ പോയി. പക്ഷേ ഇവിടുത്തെ കമ്പളക്കാരും അപ്പുറത്ത് വിഴിഞ്ഞത്ത് കമ്പളക്കാർക്ക് 5 എല്ലാ മത്സ്യത്തൊഴിലാളിക്കും അവിടെ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി എന്താണെന്നാലും അറിയത്തില്ല. ഇപ്പോൾ ഇത് അത്തിപ്പെട്ടി ഗ്രാമമാണ്. നമുക്കിപ്പോൾ കേരളത്തെ തെക്കേറ്റത്ത് പൂവാറാണ് വരണത്. ഈ 2 കരയോഗത്തിനും ഒരു പിടുത്തമില്ല.
സംസ്ഥാന ജലസേചന വകുപ്പും ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് പൊഴിയൂരിനെ പണിതിട്ടും പണിതീരാത്ത പ്രകൃതി വിരുദ്ധതയുടെ രാവണൻ കോട്ടയാക്കി മാറ്റി. ഭൗമശാസ്ത്രപരമായ നിരവധി പ്രത്യേകതകളും മണ്ണൊലിപ്പിന് കാരണമാകുന്നുണ്ട്. മുംബൈ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരത്തിൻ്റെ ഘടന തന്നെ ഒരു നേർരേഖയ്ക്ക് സമാനമാണ്. സ്വാഭാവികമായും ഇത്തരം പ്രദേശങ്ങളിൽ കടലേറ്റം വ്യാപകമാകുന്നുണ്ട്. പുലിമൂട് വന്നതിന് ശേഷം ഞങ്ങളുടെ തീരത്തെ മൊത്തം നശിച്ചു പോയതാണ്. ഇതിനിപ്പോൾ ഞങ്ങൾക്ക് 3 അടുക്ക് വീട് കടപ്പുറത്തുണ്ടാകും. ഇതെല്ലാം പോയിട്ട് ഇപ്പോൾ നമുക്ക് ഈ ആരും സഹായിക്കുന്നില്ല. റബ്ബറും ശരി, പാർട്ടിക്കാരെല്ലാം ശരി. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ ഇടവകണം മൊത്തം പിടിച്ചു നിർത്തണം. ഇതിനെ ഞങ്ങൾക്ക് 6 പുലിമൂട് കിട്ടുന്നുണ്ട്. ഈ പൊഴിക്കര എല്ലാ കേരളത്തിൽ എവിടെ ഹാർബർ പൊഴിക്ക് ഉണ്ടോ എല്ലാം അത് അവരുടെ ഹാർബർ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ 2 കൂടെ 6 ചെയ്തു തരണം. അവർക്ക് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യും. ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ സത്യമായിട്ട് പറയുന്നത് നമ്മൾ ഇത്രയും കാലം കൊണ്ട് കമ്മ്യൂണിസ്റ്റിനാണ് വോട്ടിട്ടത്. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ട് പോലും ഒരു ഗുണവും ഈ തീരദേശത്തിന് ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഭരിച്ചാലും ആരും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഈ തീരദേശം കണ്ടല്ല, ശശി ജയിച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആൻസലൻ ജയിച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരും ചെയ്യുന്നില്ല. അവരവർ ജയിക്കുന്നു, അവരവരുടെ വീട്ടിൽ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്നു. ഇപ്പം നമ്മൾ ഇത്രയും കാലം കൊണ്ട് ഇട്ട് കമ്മ്യൂണിസ്റ്റിന് ഇപ്പം നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. BJPക്കാർ വന്നാൽ നമ്മളെ കൊന്നുകളയും, കളത്തെ വെട്ടും എന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മളാരും കളത്തെയും വെട്ടൂല, കൊല്ലാനും പോകില്ല, അവരും ചെയ്യത്തില്ല. മതിയായ പുലിമുട്ടുകൾ നിർമ്മിച്ച് തിരമാലകളെ തടയുകയല്ലാതെ പ്രായോഗികമായ മറ്റൊരു പരിഹാരവും ഇതിനില്ല. അടുത്ത കാലത്തായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പൊഴിയൂരിൻ്റെ പഠന റിപ്പോർട്ടിലും ഉണ്ട് അപാകതകളേറെ. കാലഹരണപ്പെട്ട മാനദണ്ഡങ്ങൾക്കനുസൃതമായിരുന്നു നിലവിൽ സർവേ നടന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടിയന്തര ഇടപെടലുണ്ടായത്. പൊഴിയൂർ ഫിഷിംഗ് ഹാർബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുലിമുട്ട് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇൻറ്റൻഷൻ. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കടൽ ഭിത്തി, പ്രഖ്യാപിക്കപ്പെട്ട കടൽ ഭിത്തി എത്രയും വേഗം നടത്തപ്പെടുക എന്നുള്ളതാണ്. വിത്ത് ഗ്രോയിൻസ്, ആദ്യം ഗ്രോയിൻസ് എന്നുള്ള സാധനം, പുലിമുട്ട് എന്നുള്ള സാധനം കടൽ ഭിത്തിക്ക് ഇടയ്ക്കില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ റിക്വസ്റ്റ് 2 ഇടങ്ങളും ചേർന്നത് കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നും ബിഷപ്പ് ഹൗസിൽ നിന്നും ലെറ്റർ കേന്ദ്രമന്ത്രിക്ക് ഫോർവേഡായി. അവിടെ നിന്നുമാണ് ഒരു റിപ്ലൈ കിട്ടിയത്. രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് റിപ്ലൈ വന്നു. റിപ്ലൈ വന്ന് 2 ദിവസം കഴിയുമ്പോൾ രാജീവ് സാർ ഇവിടെ വന്നു കണ്ടു. അതിന് ശേഷമാണ് ഇവിടെ വന്നതിന് ശേഷം ആ ലെറ്ററിൻ്റെ റിപ്ലൈക്ക് അനുസരിച്ച് അവിടെ നിന്നും കേന്ദ്ര ഫിഷറീസ് വകുപ്പ് ഇവിടെ വന്ന് ഇവിടെ സന്ദർശനം നടത്തി. എന്നിട്ട് അവർ പറഞ്ഞത് ഇതിന്മേലുള്ള അനുവാദം കൊടുത്തു എന്നുള്ള രീതിക്ക് ഒരു പേപ്പർ വന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആക്ച്വലി ആ പേപ്പർ ഞാൻ വായിച്ചതാണ്. ആ പേപ്പർ നമ്മുടെ കയ്യിലും നമ്മുടെ പള്ളിയുടെ സോഷ്യൽ മീഡിയസിലും എല്ലാം ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 തരത്തിലുള്ള ടേമിനെ കുറിച്ചാണ്. ലോങ് ടേം പ്ലാനും ഷോർട്ട് ടേം പ്ലാനും. ഷോർട്ട് ടേം പ്ലാനായിട്ട് അവർ പറയുന്നത് ഇത് തന്നെയാണ്. ഈ വരുന്ന 2.5 കിലോമീറ്റർ വരുന്ന കടൽ ഭിത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഒരു ലോങ് ടേം എന്നുള്ള രീതിക്ക് ഹാർബറിനെ കുറിച്ചുള്ള കാര്യം. ചരിത്രപരമായി നിർമ്മിക്കപ്പെട്ട അബദ്ധജടിലമായ സർവേ വിവരങ്ങളും പ്രശ്നത്തെ വഷളാക്കിക്കൊണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോസ്റ്റൽ മോണിറ്ററിംഗ് യൂണിറ്റും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫിയും പഠനം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. പൊഴിയൂർ ടു കൊല്ലംകോട് എന്ന് പറയുന്നത് 3-3.5 കിലോമീറ്ററിനുള്ളിലാണ്. ഈ തീരം നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റും എന്തിനാണ് നാശനഷ്ടം, എത്ര വീടുകൾ പോയിട്ടുണ്ട്, എത്ര വീട് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാത്ത വീടുകളും ഉണ്ട്. പകരം വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം കൊടുത്തിട്ട് വീട് കൊടുത്തിട്ടില്ല. അതെടുത്ത് നോക്കിയാൽ ലിസ്റ്റിലെടുത്ത് എത്ര വീടുകൾ കൊടുത്തിട്ടെന്ന് ഇടവേൽ പ്രകാരം നോക്കിയാൽ 2 ലിസ്റ്റ് എടുക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് 10 കൊല്ലം കൊണ്ട് മാറി മാറി വരുന്ന MPകളും MLAമാരും വാഗ്ദാനം തന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല. പുലിമുടി ഇടാമെന്ന് പറഞ്ഞു, പുലിമുടി ഇട്ടിട്ടില്ല.
ഹാർബറിൽ പണി തുടങ്ങാമെന്ന് പറഞ്ഞു, അത് ചെയ്തിട്ടില്ല. കല്ലെടുക്കാമെന്ന് പറഞ്ഞു, അതും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ വരുന്ന MP ഇലക്ഷന് ഓരോ MP സ്ഥാനാർത്ഥികൾ വന്ന് ഓരോ വാഗ്ദാനം തരുന്നു. നമുക്ക് മനസ്സുകൊണ്ട് വിശ്വാസപ്പെട്ടത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന, ഇതിനു മുമ്പ് നമ്മളിട്ടത് എല്ലാം കമ്മ്യൂണിസ്റ്റിനായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഫാമിലി ഫുള്ള് അവരിപ്പോൾ മാറ്റി ചിന്തിക്കുന്നു. നമുക്കൊരു നല്ലത് വരണമെന്നുള്ള സ്വയം നമുക്ക് ചിന്തിക്കുന്നു. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്ക് നമുക്ക് ഉറപ്പാണ്, വിശ്വാസമാണ്. അതുകൊണ്ട് പ്രാവശ്യം BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്നും അവരുടെ കേന്ദ്ര ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വരികയും കർഷക പഠനം നടത്തുകയുണ്ട്. പെട്ടെന്ന് നടത്തുക, അടുത്ത നടപടികൾ ഉത്തരവെന്ന രീതിയിൽ അവർ ചെയ്യാം എന്ന് വാക്ക് തന്നിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റോട് ചേർന്നുകൊണ്ട്. ഇനി സംസ്ഥാന ഗവൺമെൻറ്റാണ് സമ്മതം മൂളേണ്ടത്. പക്ഷേ ഇപ്പം എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി, നാട്ടുകാരും തീരദേശവാസികളെല്ലാവരും. കാരണം ഈ മാറി വരുന്ന ഗവൺമെൻറ് നമ്മളെ ഓരോ വാഗ്ദാനങ്ങൾ പൊഴിയൂരിനെ എടുത്താൽ തന്നെ പൊഴിയൂരിൽ ഈ ഹാർബറിൻ്റെ സ്വപ്നം എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ്. വർഷങ്ങളായിട്ട് പുലിമുട്ട് വരും, ഹാർബർ വരും എന്നൊക്കെ. പക്ഷേ ഇതുവരെ ഒന്നും നടപ്പാകുന്നില്ല. നമുക്ക് മാറ്റി ചിന്തിച്ച് നോക്കാം. ഒന്ന് കടലേറ്റമെന്ന ദുരന്തം പരിഹരിക്കുന്നതിന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട തീര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് പൊഴിയൂരിനാവശ്യം. കടലിൻ്റെ ഉൾത്തട്ടിൽ നിന്ന് മണൽഭിത്തി ഉയർത്തുന്ന കോസ്റ്റൽ നറിഷ്മെൻ്റാണ് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം. ഇതുവരെയ്ക്ക് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. കടലെടുത്തുകൊണ്ടിരുന്ന സമയത്തായാലും റോഡ് പോയിക്കൊണ്ടിരുന്ന സമയത്തായാലും ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അദ്ദേഹം ഇതിന് മുമ്പ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇന്നലത്തെ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തീരദേശത്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഒന്നും ചെയ്തിട്ടും ഇല്ല. ഇതുവരെയ്ക്കും ഒരു പ്രവർത്തനം ഇവിടെ കണ്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, ഇതുവരെയ്ക്കും ഒരു നല്ല രീതിക്കുള്ള ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാൻ വേണ്ടി ഒരു നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ സാർ വന്നിട്ട് ഞങ്ങൾക്ക് 15 കൊല്ലം കൊണ്ട് നടക്കാൻ കഴിയാത്തതിന് 6 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നടത്തിത്തരുന്ന ഒരു വാക്ക് തന്നതുകൊണ്ടാണ് ഇപ്പം തീരദേശം മുഴുവനും, പൊഴിയൂരിൻ്റെ തീരദേശം മുഴുവനും രാജീവ് ചന്ദ്രശേഖരൻ സാറിന് വോട്ടിടാൻ വേണ്ടി അവരായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തീരദേശം മാത്രമല്ല, പൊഴിയൂർ തീരദേശത്തിനേക്കാളും ബാക്കിയുള്ള അങ്ങോട്ടുള്ള പൂവാറും പുതിയ തുറ ഭാഗങ്ങളുള്ള എല്ലാ തീരദേശക്കാരും ഈ തീരദേശത്തിൻ്റെ പ്രവർത്തനത്തിനെ കണ്ടിട്ടാണെങ്കിലും ആ തീരദേശത്തിലുള്ളവർ നല്ല രീതിക്ക് പ്രവർത്തിക്കുക എന്നുള്ളൊരിത്. പുളിമൂട് എത്രയോ വർഷം കൊണ്ട് വേണമെന്ന് പറഞ്ഞിട്ടും ഹാർബർ വേണമെന്ന് പറഞ്ഞിട്ടും ഇതിനെക്കുറിച്ചിട്ട് ഒന്നും അന്വേഷിക്കുന്നുമില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ വരാറായി. ഇതിനു വേണ്ടി പോലും ആരും ഒന്ന് അന്വേഷിക്കുന്നത് പോലും ഇല്ല. ഇതിനു വേണ്ടി നമ്മൾ അത്രയും കഷ്ടപ്പെടുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് പുളിമൂടാണ് ആവശ്യം. ആദ്യം പുളിമൂട് ആവശ്യമാണ്, ഹാർബർ ആവശ്യമാണ്. ഇതിനു വേണ്ടി ആരും ഒന്നും പറയുന്നില്ല. ഇതിനു വേണ്ടി ഒന്നും മുൻതൂക്കം എടുക്കുന്നതുമില്ല. തിരമാലകളുടെ ഗതിവേഗമനുസരിച്ച് കരയിലേക്ക് ആഞ്ഞടിക്കുന്നതിനെ നിയന്ത്രിക്കാൻ ടെട്രാപോഡുകൾ കൊണ്ടുള്ള പുലിമുട്ടുകളും അനിവാര്യമാണ്. നേരത്തെ ഉണ്ടാക്കിയ കടൽഭിത്തികൾ തകരുന്നതിന് കാരണമായ കടൽ മണ്ണൊലിപ്പ് ശാശ്വതമായി പരിഹരിക്കാനുള്ള മാർഗവും തീരപുനരുദ്ധാരണമാണ്. അതിന് സാധ്യമാകുന്ന പഠനങ്ങളാണ് കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ മൂലം അടിയന്തരമായി തിരുവനന്തപുരത്തെത്തിയ ഉദ്യോഗസ്ഥ സംഘം നിർവഹിക്കുക. രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളൊരു വ്യക്തി നമ്മുടെ ഈ ട്രിവാൻഡ്രം ജില്ലയിൽ മത്സരിക്കാൻ പോകുന്നു. അയാൾ ഈ പൊഴിയൂർ തീരത്ത് വന്ന് കണ്ടു. ആ 2 ദിവസത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി ഈ തീരം ഇങ്ങനെ ഇട്ടിരുന്നാൽ ശരിയാകില്ല, ഇത് നശിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിത്തിൻ 6 ദിവസത്തിനകത്ത് തന്നെ അയാൾ പുതിയ ഓർഡർ ഇറക്കി പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവന്നു. ഉൾക്കടലിനോട് ചേർന്ന കരയുടെ വിന്യാസം കുറേയൊക്കെ സ്വാഭാവികമായി കടലേറ്റത്തെ പ്രതിരോധിക്കും. അതോടൊപ്പം തമിഴ്നാട്ടിൽ നടപ്പാക്കിയ കൃത്യമായ പുലിമുട്ടുകളുടെ നിർമ്മാണം മൂലം കിഴക്കൻ തീരത്തെ ശക്തമായ കടലേറ്റവും നിയന്ത്രിക്കാനാകുന്നുണ്ട്. അവിടെ നിയന്ത്രണം സാധ്യമാകുമ്പോൾ അറബിക്കടലിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ കേരള തീരത്തെ നാശത്തിലേക്ക് നയിക്കുന്നു.
ഞങ്ങൾക്ക് മത്സ്യം ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മത്സ്യം പിടിക്കാൻ പോകാൻ വഴിയില്ല. ഞങ്ങൾക്ക് ഈ പുഴിമുട്ട് കല്ലിട്ടാലേ ഞങ്ങൾക്ക് മത്സ്യം പിടിക്കാൻ പോകാൻ പറ്റും. ഞങ്ങൾ ഈ വല നെയ്ത്തുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഞങ്ങളുടെ കഷ്ടത്തെ കണ്ടാണ് ഞങ്ങൾ ഈ വല നെയ്ത്തുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മത്സ്യം പിടിക്കണമെങ്കിൽ മത്സ്യമേഖലയിൽ മത്സ്യം ഉണ്ടാകണം. അതിൻ്റെ കടൽക്ഷോഭം കൊണ്ടാണ് ഞങ്ങൾക്ക് മത്സ്യം പിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ആണുങ്ങൾ എല്ലാ ആണുങ്ങളും വീട്ടിലിരിക്കുന്നു, പോകാൻ വഴിയില്ലാതെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് പുളിമുട്ട് കല്ലിട്ടാലേ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പണിക്ക് പോകാൻ പറ്റും. പുലിമുട്ടിടാന്ന് ഉറപ്പ് പറഞ്ഞു. അത് തന്നെ അത് വന്നില്ലേ, എനിക്ക് അറിയത്തില്ല. അയാൾ പറഞ്ഞു പുലിമുട്ട് കല്ല് ഞങ്ങൾ തോത്താലും ജയിച്ചാലും നിങ്ങൾക്ക് ഇട്ട് തരും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞത് സത്യമല്ലേ? അപ്പം നേരത്തെ വന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി ഇത് ചെയ്ത് തന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ വന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവരിപ്പോൾ എല്ലാവരെ പോലെയാണ്, വോട്ട് ചോദിക്കാൻ വരുന്നതിന് മുമ്പേ വന്നിട്ട് നടപ്പിലാക്കും എല്ലാം പറയും. അത് ഞങ്ങൾക്ക് ചെയ്തു തരണം, അത്രയും തന്നെ. തമിഴ്നാട് പ്രായോഗികമായി വിഷയം പരിഹരിച്ചു. കേരളവും കാര്യക്ഷമമായി പ്രശ്നത്തിൽ ഇടപെടേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കുള്ള തെളിവ് കൂടിയാണത്. പ്രശ്നം മീൻപിടുത്ത തൊഴിലാളികൾക്കും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. കമ്പവല പോലുള്ള മീൻപിടുത്ത ഉപകരണങ്ങൾ പ്രായോഗികമാക്കുന്നതിനെ കാലഹരണപ്പെട്ട കടൽഭിത്തി നിർമ്മാണ തത്വം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരണം നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പാർട്ടിക്കാരും ഉണ്ട്. നമ്മൾ ഈ ആവശ്യം അവരോട് പറഞ്ഞിട്ട് ഇത്ര വർഷകാലമായിട്ട് അവർ ഇത് ചെയ്തു തന്നിട്ടില്ല. ഇപ്പം ഇനി ഈ വരുന്ന ആനയടിക്ക് ഈ റോഡിൻ്റെ ഈ സൈഡിൽ ഇരിക്കുന്ന വീട് വരെ പോകും. അപ്പം ഞങ്ങളിപ്പം പറയുന്നത് വന്നിട്ട് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തു തരണ്ട, പുലിമൂടിട്ട് ഞങ്ങൾക്ക് തീരെ സംരക്ഷിച്ചാൽ ഈ ബാക്കിയിരിക്കുന്ന വീടുകളും രക്ഷപ്പെടും. അപ്പം അടുത്ത പ്രാവശ്യം നിങ്ങളിപ്പോൾ വോട്ടിന് വരുമ്പം ഈ ജനങ്ങൾ ഇവിടെ ഇരിക്കണമോ വേണ്ടയോ? അവരിരിക്കണം. കാരണം ഈ ജനങ്ങളെ എത്രയും മകല് ദൂരെ കൊണ്ട് താമസിപ്പിച്ച അവരുടെ ജോലി വന്നിട്ട് കടൽ ജീവിതമാണ്. ഈ ആൾക്കാരെ ഉയരം കൊണ്ടിട്ടിന്ന് അവരെങ്ങനെയാണ് ഈ കടൽ ജീവിതത്തിന്, അവർക്ക് അത്രയും ദൂരം രാത്രി നടന്നു വരേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾക്ക് വന്നിട്ട് ഇപ്പോൾ ഇത് തീരത്തിന് വേണ്ടി അവർ പുലിമൂടി ഇട്ട് നിന്നാൽ നമുക്കത് സേഫ്റ്റിയാണ്, ഈ നാടിൻ്റെ ഒരു സംരക്ഷണമാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് രണ്ട് പാർട്ടിക്കാരും ഞങ്ങൾക്ക് ചെയ്തു തരാത്തത് BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ പുലിമൂടി ഇട്ട് തരാം. നമുക്ക് അതായത് നരേന്ദ്രമോദി സാറിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് അപ്രൂവൽ മേടിച്ച പ്രൂഫ് വരെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാസത്തിൽ നമുക്കിവിടെ പുലിമൂടി ഇട്ട് തരുമെന്ന് പറഞ്ഞ് പിന്നെ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഹാർബറിൻ്റെ പണി ചെയ്തു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെല്ലാനത്തുൾപ്പെടെ പ്രയോഗിച്ച് പരാജയപ്പെട്ട ജിയോ ബാഗ് ഒരു തരത്തിലും സാധ്യമാകാത്ത പ്രദേശം കൂടിയാണ് പൊഴിയൂർ. നെതർലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടിസ്ഥാന മോഡലായി കണ്ടെത്തിയ തീര പുനരുദ്ധാരണ പദ്ധതി മാത്രമാണ് പൊഴിയൂരിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം. ആ വഴിക്കുള്ള ഗവേഷണങ്ങളും പരിശോധനകളുമാണ് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി നടക്കാൻ പോകുന്നത്. തീരജനതയ്ക്ക് ആശ്വാസമാകുന്ന കർമ്മപദ്ധതി പ്രായോഗികമായി നടപ്പാക്കേണ്ടത് അനിവാര്യവുമാണ്. നിലനിൽപ്പിൻ്റെ അനിവാര്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന പരമപ്രധാനമായൊരു ഇടപെടൽ കൂടിയാകണം പൊഴിയൂരിലേത്.